നമസ്കാരം. ഞങ്ങൾ ഒരു കഥ പറയാൻ പോവുകയാണ്. നീണ്ട 26 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദൂരെ മലയാള നാടായ കേരളത്തിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ പിതാമഹന്മാരും മാതാമഹതികളും ദൈവാരാധനയ്ക്ക് ഒരു സഭ സ്ഥാപിച്ചു. അതൊരു CSI സഭയായിരുന്നു. എന്ന് വെച്ചാൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യയിൽ പരന്നു കിടക്കുന്ന ഒരു സഭയാണിത്. ഏത് വർഷമാണ് ഈ സഭ സ്ഥാപിച്ചത്? അത് 1986 ശരി ശരി. പിന്നെ എന്തുണ്ടായി? പലയിടങ്ങളിൽ മാറി മാറി ആരാധന നടത്തി ആ സഭ വളർന്നു വന്നു. കൊള്ളാം. അങ്ങനെ കാനഡ രാജ്യത്ത് ഒരു CSI പള്ളി ഉണ്ടായല്ലോ. ആട്ടെ, ഇപ്പൊ പള്ളി എവിടെയാ? കിപ്ലിംഗ് അവന്യൂവിൽ പള്ളിയുണ്ട്, CSI ബോർഡുണ്ട് കണ്ടിട്ടില്ലേ? കിപ്ലിംഗ് അവന്യൂവിൽ പള്ളിയുണ്ട്, CSI ബോർഡുണ്ട് കണ്ടിട്ടില്ലേ? 13-15 നമ്പറാണ്, എത്രയും വലിയൊരു പള്ളിയാണ്. 13-15 നമ്പറാണ്, എത്രയും വലിയൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ എത്ര കുടുംബക്കാരുണ്ട്? 65ഓളം കുടുംബക്കാരാണ് ഇപ്പോൾ ഈ പള്ളിയിൽ ഉള്ളത്. ഈ പള്ളിയിൽ എന്തൊക്കെയാണ് ശുശ്രൂഷകൾ നടക്കുന്നത്? സൺഡേയിൽ എന്നും വർഷിപ്പുണ്ട്, കൊയറുണ്ട്, പാട്ടുണ്ട്, കുർബാനയും. സൺഡേയിൽ എന്നും വർഷിപ്പുണ്ട്, കൊയറുണ്ട്, പാട്ടുണ്ട്, കുർബാനയും. ഫാസ്റ്റിംഗ് പ്രയറുണ്ട് മാസം തോറും, ഏരിയ പ്രാർത്ഥന വരെയുണ്ട്. ഫാസ്റ്റിംഗ് പ്രയറുണ്ട് മാസം തോറും, ഏരിയ പ്രാർത്ഥന വരെയുണ്ട്. പുരുഷന്മാർക്കുണ്ടൊരു ഫെലോഷിപ്പ്, സ്ത്രീകൾക്കുമുണ്ടൊരു ഫെലോഷിപ്പ്. പുരുഷന്മാർക്കുണ്ടൊരു ഫെലോഷിപ്പ്, സ്ത്രീകൾക്കുമുണ്ടൊരു ഫെലോഷിപ്പ്. സൺഡേ സ്കൂൾ ഉണ്ടല്ലോ, യൂത്ത് ഉണ്ടല്ലോ, സുവിശേഷ വേലയ്ക്കും ഗ്രൂപ്പ് ഉണ്ടല്ലോ. സൺഡേ സ്കൂൾ ഉണ്ടല്ലോ, യൂത്ത് ഉണ്ടല്ലോ, സുവിശേഷ വേലയ്ക്കും ഗ്രൂപ്പ് ഉണ്ടല്ലോ. കൊള്ളാം. അപ്പൊ എല്ലാവർക്കും സംഘടനകളൊക്കെ ഉണ്ടല്ലേ? അടിപൊളി സഭ തന്നെ, നന്നായിരിക്കുന്നു. അതിനെന്താ സംശയം, അടിപൊളി തന്നെ. അതിരിക്കട്ടെ, ഈ ഇടവേളയിലെ കുടുംബക്കാരൊക്കെ എവിടെ താമസിക്കണം? ഓ, അത് പറയാം. ബ്രാംപ്ടണും ലണ്ടനും മിസിസാഗയും വിറ്റിയും മാർക്കോവും സ്കാബറോയും. ബ്രാംപ്ടണും ലണ്ടനും മിസിസാഗയും വിറ്റിയും മാർക്കോവും സ്കാബറോയും. സ്റ്റാഫോർഡും ബ്രാൻഫോർഡും റിച്ച്മണ്ടിലും എറ്റോവിക്കോ പിന്നെ ഹാമിൽട്ടണും. സ്റ്റാഫോർഡും ബ്രാൻഫോർഡും റിച്ച്മണ്ടിലും എറ്റോവിക്കോ പിന്നെ ഹാമിൽട്ടണും. ഇത്രയും വിശാലമായ സ്ഥലങ്ങളാണ് വിശ്വാസികൾക്ക് വരുന്നത് അല്ലേ? സംഘടനകളെ പറ്റി എല്ലാം പറഞ്ഞു. ഇനിയുമുണ്ട് ഈ പള്ളിയിൽ ഒരു കിടിലൻ സംഘടന. കിടിലൻ സംഘടനയോ? അതെ. എന്താണ് ആ സംഘടന? പുറം നാട്ടിൽ മറ്റൊരു പള്ളികളിലും ഇല്ലാത്തൊരു സംഘടനയാണിത്. അതാണ് മലയാള ലോകം. സ്വർലോകം, നരലോകം, ഭൂലോകം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലോ? എടോ മണ്ടച്ചാരെ, അങ്ങനെയുള്ള ലോകമൊന്നും അല്ല. പിന്നെ കാനഡ രാജ്യത്ത്
വളർന്നു വന്ന നമ്മുടെ കുട്ടികൾക്ക് പലർക്കും മലയാളം അറിയില്ലല്ലോ. അവരെ മലയാളം പഠിപ്പിക്കുവാനുള്ള ഒരു പരിപാടിയാണിത്. മനസ്സിലായോ? ശരി ശരി, മനസ്സിലായി. മലയാള ലോകമേക്കു സ്വാഗതം, മലയാള ഗുരുവായി വാഴുക നീ. മലയാള ലോകമേക്കു സ്വാഗതം, മലയാള ഗുരുവായി വാഴുക നീ. മലയാള മാധുര്യം മക്കൾ കേൾക്കാൻ മാനത്തോടെന്നും കാണിരുക. മലയാള മാധുര്യം മക്കൾ കേൾക്കാൻ മാനത്തോടെന്നും കാണിരുക. താനെന്നം താനെന്നം താനെന്നോ, താനെന്നം താനെന്നം താനെന്നോ, താനെന്നം താനെന്നം താനെന്നോ, താനെന്നം താനെന്നം താനെന്നോ. മലയാള ലോകത്തിന്റെ ഉദ്ദേശം എന്താണ്? നല്ല ചോദ്യം. കേരളത്തിലെ ഭാഷ, അതായത് നമ്മുടെ മാതൃഭാഷ നാം പഠിക്കുവാനും നമ്മുടെ സംസ്കാരം നിലനിർത്തുവാനുമാണ് മലയാള ലോകം ശ്രമിക്കുന്നത്. സന്തോഷം സന്തോഷം സന്തോഷമേ മലയാള ലോകത്തിൽ കാര്യമോർത്താൽ. സന്തോഷം സന്തോഷം സന്തോഷമേ മലയാള ലോകത്തിൽ കാര്യമോർത്താൽ. ഭാഷയിൽ മാധുര്യം സ്വീകരിക്കാം, നാടിന്റെ സംസ്കാരം സ്വീകരിക്കാം. ഭാഷയിൽ മാധുര്യം സ്വീകരിക്കാം, നാടിന്റെ സംസ്കാരം സ്വീകരിക്കാം. ഈ മലയാള ഭാഷ പഠിപ്പിക്കാൻ സാറന്മാരൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഇതൊരു പള്ളിക്കൂടം പോലെയാണ് നടക്കുന്നത്. ഇവിടെ പഠിപ്പിക്കാൻ സാറന്മാരും അവരെ സഹായിക്കാൻ സഹായികളുമുണ്ട്. ആരൊക്കെയാണ് സാറന്മാരും സഹായികളും അറിയാൻ ആകാംക്ഷയാണ്. ഇടയ്ക്കും കൂട്ടാതെ കേട്ടോളൂ. മലയാള സാറാണ് ഡയറക്ടർ, റേമോള് സാറുണ്ട്, ശ്രീ സാറുണ്ട്. മലയാള സാറാണ് ഡയറക്ടർ, റേമോള് സാറുണ്ട്, ശ്രീ സാറുണ്ട്. മോനെയും പ്രിയയും ഹെൽപ്പ് ചെയ്യും, ജോബിനും ഗ്രേസും കൂടെയുണ്ട്. മോനെയും പ്രിയയും ഹെൽപ്പ് ചെയ്യും, ജോബിനും ഗ്രേസും കൂടെയുണ്ട്. ആട്ടെ, ഈ സാറുമാരൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? സംഘടനകളൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? മൂന്ന് വിഭാഗത്തിൽ ക്ലാസ് ഉണ്ടല്ലോ, ബിഗിനറാണല്ലോ കുഞ്ഞു ക്ലാസ്. മൂന്ന് വിഭാഗത്തിൽ ക്ലാസ് ഉണ്ടല്ലോ, ബിഗിനറാണല്ലോ കുഞ്ഞു ക്ലാസ്. ഇന്റർമീഡിയറ്റും സീനിയറും നന്നായി ക്ലാസുകൾ നടത്തുന്നു. ഇന്റർമീഡിയറ്റും സീനിയറും നന്നായി ക്ലാസുകൾ നടത്തുന്നു. ബിഗിനർ ക്ലാസ്സിൽ അക്ഷരങ്ങൾ എഴുതുവാൻ പഠിപ്പിക്കുന്നു. ഇന്റർമീഡിയറ്റിൽ കൂട്ടാക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനുമാണ് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ സീനിയർ ക്ലാസ്സിലോ? സീനിയർ ക്ലാസ്സിൽ ആരാധന പുസ്തകവും സങ്കീർത്തനങ്ങൾ വായിക്കുവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴേ മലയാള ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മലയാള ലോകമേ നന്ദി നന്ദി, മലയാള ഗുരുവായി വാഴുന്നു നീ. മലയാള ലോകമേ നന്ദി നന്ദി, മലയാള ഗുരുവായി വാഴുക നീ. മലയാള മാധുര്യം മക്കൾ കേൾക്കാൻ മാനത്തോടെന്നും കാണിടുക. മലയാള മാധുര്യം മക്കൾ കേൾക്കാൻ മാനത്തോടെന്നും കാണിടുക. കേട്ടിടത്തോളം മലയാള ലോകം വലിയൊരു സേവനമാണ് ഇവിടെ ചെയ്യുന്നത്. ആകട്ടെ, വേറെ എന്തെങ്കിലും പരിപാടികൾ അവർ നടത്തുന്നുണ്ടോ? പിന്നില്ലേ, വർഷത്തിൽ ഒരിക്കൽ ഒരു ഞായറാഴ്ച അവർ മലയാള ലോകം ഞായറായിട്ട് ആചരിക്കുന്നുണ്ട്. എന്താ നേതാവേ ആ പരിപാടി? ഞാനും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഒന്ന് വിശദീകരിച്ച് പറയാമോ നേതാവേ? പിന്നെന്താ, കേട്ടോളൂ. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കും പള്ളിയിൽ മലയാള ലോകം ഞായർ. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കും പള്ളിയിൽ മലയാള ലോകം ഞായർ. പാഠങ്ങൾ വായിക്കും, പാട്ട് പാടും, ആരാധന നമ്മൾ നയിച്ചിരുന്നു. പാഠങ്ങൾ വായിക്കും, പാട്ട് പാടും, ആരാധന നമ്മൾ നയിച്ചിരുന്നു. കാണിക്കടുക്കൽ കൈ സൂര്യം
പ്രാർത്ഥന പലതും നമ്മൾ ചെയ്യും കാണിക്കായെടുക്കണം കയ്യൂരിയും പ്രാർത്ഥന പലതും നമ്മൾ ചെയ്യും. അന്നും പെണ്ണെന്ത് ചെലവായി അത് കഴിഞ്ഞല്ലേ രസം, സംഘടനകളും സദ്യയും ബഹുവിധ പല പരിപാടികളും ഉണ്ട്. നേതാവേ, അതിനെ കുറിച്ചുകൂടി നീ പറയുമോ? കേരള നാടിന്റെ സദ്യയുണ്ട്, ചോറും കറികളും നേരെയുണ്ട്. കേരള നാടിന്റെ സദ്യയുണ്ട്, ചോറും കറികളും നേരെയുണ്ട്. സദ്യക്ക് കിട്ടുന്ന ദാനമെല്ലാം പാവങ്ങൾക്കായി നാം നൽകിയിരുന്നു. സദ്യക്ക് കിട്ടുന്ന ദാനമെല്ലാം പാവങ്ങൾക്കായി നാം നൽകിയിരുന്നു. സദ്യ കഴിഞ്ഞ് എന്തൊക്കെ കലാപരിപാടികളൊന്നും കേട്ടല്ലോ. ഉണ്ട്, പാട്ടുകളും സ്കിറ്റും ഡാൻസും ഒക്കെയാണ് അന്ന് നടത്താറുള്ളത്. മലയാള ലോകത്ത് കലാകാരന്മാരെയും കലാകാരികളുണ്ടല്ലേ? തീർച്ചയായും. നിങ്ങൾക്കറിയാമോ? മലയാള ലോകം കൂട്ടരെല്ലാം ബഹുമുഖ പ്രതിഭകൾ തന്നെയല്ലോ. മലയാള ലോകത്തെ കൂട്ടരെല്ലാം ബഹുമുഖ പ്രതിഭകൾ തന്നെയല്ലോ. പാട്ടിനും ഡാൻസിനും കിട്ടുന്നെല്ലാം വേണ്ടത്ത ആളുകൾ നമ്മിലുണ്ട്. പാട്ടിനും ഡാൻസിനും കിട്ടുന്നെല്ലാം വേണ്ടത്ത ആളുകൾ നമ്മിലുണ്ട്. അപ്പൊ മലയാള ലോകം വലിയൊരു സേവനമാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. നമുക്ക് മലയാള ലോകത്തിന് ആശംസകളൊക്കെ നേരാം അല്ലേ? തീർച്ചയായും. മലയാള ലോകത്തിന് നമ്മുടെ ആശംസകൾ. മലയാള ലോകത്തിനെ സഹായിക്കുന്നവർക്കും ഏറെ നന്ദി. കമ്മിറ്റിക്കാരും ജനങ്ങളെല്ലാം എത്ര സഹായങ്ങൾ നൽകിയിരുന്നു. കമ്മിറ്റിക്കാരും ജനങ്ങളെല്ലാം എത്ര സഹായങ്ങൾ നൽകിയിരുന്നു. നന്ദി നമസ്കാരം ചൊല്ലിരുന്നു, ദൈവിക ദാനങ്ങൾ നൽകിയിരുന്നു. നന്ദി നമസ്കാരം ചൊല്ലിരുന്നു, ദൈവിക ദാനങ്ങൾ നൽകിയിരുന്നു. പള്ളിയിലും മലയാള ലോകത്തിലും അംഗമായിരിക്കുന്ന എത്രയോ സന്തോഷമാണ്. അതെ, നമ്മുടെ സഭ വളരട്ടെ, മലയാള ലോകവും വളരട്ടെ. കേരളം 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 മനോഹരം, കേരളം 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 മഹത്തരം. കേരളം 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 മനോഹരം, കേരളം 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 മഹത്തരം. കേരള നാടൻ ഭാഷയും സുന്ദരം, കേരള നാടൻ മക്കളും നല്ലവർ. കേരള നാടൻ ഭാഷയും സുന്ദരം, കേരള നാടൻ മക്കളും നല്ലവർ. സ്നേഹമുള്ള സത്യമുള്ള കൂട്ടുകാരായ, നന്മയുള്ള പുണ്യമുള്ള കൂട്ടുകാരായ. വേണ്ട 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 ചണ്ടകൾ, വേണ്ട മത്സരം, വേണ്ട ശത്രുക്കൾ. ഒന്നു ചേർന്ന് പോകണം, ഒന്നു ചേർന്ന്